മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷം. പാർട്ടി നേതൃത്വം നൽകിയ പട്ടിക അവഗണിച്ച് മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കാൻ ശ്രമം നടത്തുന്നതാണ് ഭിന്നതയ്ക്ക് കാരണം. അവഗണനയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രാജ്യസന്നദ്ധത അറിയിച്ചതും പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചു. ഇതിനിടെ PV അബ്ദുൾ വഹാബിന്റെ സ്റ്റാഫിൽപ്പെട്ട 2 പേരെയും ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ 6 വിദ്യാർത്ഥികളെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്താൻ ചില നേതാക്കൾ നടത്തുന്ന നീക്കത്തിലും അതൃപ്തി പുകയുകയാണ്. ലീഗിന് 5 മന്ത്രിമാർ. ഇവരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനായി പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച അപേക്ഷ പരിശോധിച്ച് 150 പേരുടെ പട്ടിക നൽകി. എന്നാൽ അപ്പോഴേക്കും ഭൂരിഭാഗം സ്റ്റാഫുകളെയും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. മന്ത്രിമാർ ഇഷ്ടക്കാരെ തെരഞ്ഞെടുത്തപ്പോൾ പുറത്തായത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർ. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിന്നും 6 MLA-മാരാണ് ലീഗിനുള്ളത്. ടേം അടിസ്ഥാനത്തിൽ പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും കോഴിക്കോട് ജില്ലാ നേതൃത്വം അതൃപ്തിയിലായിരുന്നു. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും അവഗണന നേരിട്ടതോടെ ജില്ലാ നേതൃത്വം രാജ്യസന്നദ്ധത അറിയിച്ചു. ഇത് സംസ്ഥാന നേതാക്കളെ ഞെട്ടിച്ചു. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ 6 വിദ്യാർത്ഥികളെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ആക്കാനുള്ള നീക്കവും അബ്ദുൾ വഹാബ് MP-യുടെ സ്റ്റാഫിൽപ്പെട്ട 2 പേരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് മാറ്റാനുള്ള ശ്രമത്തെയും പ്രവർത്തകർ എതിർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ള യോഗ്യതാ പരിശോധനകൾ നടന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിമാരായവർ അതെല്ലാം മറന്നുവെന്നാണ് പ്രവർത്തകരുടെ വിമർശനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.